ത്രോയിച്ച വയനാട് ചുരൽമല ദുരന്ത ബാധിതർക്ക് വീട് കൈമാറിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ റവന്യൂ മന്ത്രി അത് തിരുത്തി പറയുന്നു, പട്ടയം മാത്രമേ കൈമാറിയിട്ടുള്ളൂ എന്ന്. ഇത് മൊത്തത്തിൽ ദുരന്ത ബാധിതരെ സർക്കാരും CPM എല്ലാം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2024 ജൂലൈ 30-നുണ്ടായ വയനാട്ടിലെ ദുരന്തം, ഉരുൾപൊട്ടലും മറ്റും ഉണ്ടായി അനേകായിരങ്ങൾ വീട് നഷ്ടപ്പെടുകയും ആളപായം ഉണ്ടാകുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് സർക്കാർ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ്. അത് വാഗ്ദാനങ്ങൾ ആദ്യം നടത്തിയെങ്കിലും പിന്നെ 1 വർഷം എടുത്ത് സ്ഥലം കണ്ടെത്തി വീട് പണി തുടങ്ങാൻ തന്നെ. അപ്പോൾ വീട് പണി തുടങ്ങിയ അതിൻ്റെ 1-ാം ഘട്ടം എന്നുള്ളതിൽ 178 വീടുകൾ വലിയ ആഘോഷപൂർവ്വം തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിലാണ് കൊടുക്കാനായിട്ട് തയ്യാറാവുകയൊക്കെ ചെയ്ത്. ഇത് വലിയ സർക്കാരിൻ്റെ ഔദാര്യം പോലെയാണ് ഇത് ഇത്രയും ദുരന്ത ബാധിതർക്ക് വീട് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യയിലെ മലയാളികളും അല്ലാത്തവരുമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ്ട് 750 കോടിയിലധികം രൂപ സംഭാവന ചെയ്തതിൽ നിന്നാണ് ഇതെടുത്ത് വീട് പണിയാനായിട്ട് തുടങ്ങുകയും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്ത്. അപ്പം അങ്ങനെ ഒരു ജനതയെ കബളിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ 178 വീടുകൾ കൈമാറുന്നു എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുകയും അത് വലിയ ആഘോഷപൂർവ്വം സർക്കാർ അവിടെ വെച്ച് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്തു. അല്ല, വലിയ ആഘോഷമായിട്ടാണ് ഈ വീടുകളുടെ നറുക്കെടുപ്പ് നടത്തിയതും, നറുക്കെടുപ്പ് നടത്തുന്നു, ഈ വീട് നിങ്ങളുടെയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് അവർക്ക് രേഖകൾ കൊടുക്കുന്നു, താക്കോൽ കൈമാറുന്നു എന്നൊക്കെയായിരുന്നു അന്ന് അവിടെ പറയുകയൊക്കെ ചെയ്ത്. മുഖ്യമന്ത്രി ആ തരത്തിലാണ് പറയുകയൊക്കെ ചെയ്ത്. ആ വീട്ടിൽ വെക്കാനുള്ള TV വരെ DYFI കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ഇത് ഏതാണ്ട് അവരുടെ അതിനകത്ത് 2 കാര്യമായിരുന്നു ശ്രദ്ധിക്കും. ഒന്ന്, സർക്കാരിന്റെയും അല്ല ഇപ്പോൾ ഭരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഔദാര്യം എന്നുള്ള മട്ടിലാണ് ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കാനൊക്കെയുള്ള ശ്രമം നടത്തി. ആ തരത്തിലായിരുന്നു പ്രചരണങ്ങൾ മുഴുവൻ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വർഷം ഫെബ്രുവരി 19-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ 2 പാരഗ്രാഫ് ഞാനത് വായിക്കാം. ഫെബ്രുവരി 25-ന് കേരളം പുതിയൊരു ചരിത്രം കുറിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം അന്ന് നടക്കുന്ന ഒരു സന്തോഷത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയും അറിയിക്കുന്നു. ഇത് ഒരു ഉദ്ഘാടനം മാത്രമല്ല, നമ്മുടെ നാടിന്റെ അതിജീവനത്തിന്റെ മഹത്തായ പ്രഖ്യാപനം കൂടിയാണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന മുഖ്യമന്ത്രി പറയുന്നതോട് കേൾക്കുക. ഫെബ്രുവരി 25-ന് വയനാട്ടിൽ മണ്ണിൽ പ്രത്യാശയുടെ ഒരു വെളിച്ചമാണ് തെളിയുന്നത്. അന്ന് 178 വീടുകൾ അതിജീവിതർക്കായി കൈമാറും. ആകെ 377 ഗുണഭോക്താക്കൾക്കും അടുത്ത മഴക്കാലത്തിന് മുമ്പായി ഭൂമിയും വീടും നൽകി പരിപൂർണ പുനരധിവാസം ഉറപ്പാക്കും. ഇതാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോടായിട്ട് പറഞ്ഞ കാര്യം. ഇപ്പൊ ഇതേ പറയുന്നു, വീടല്ല കൈമാറിയത്, ആ വീട് ഇരിക്കുന്ന 7 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം മാത്രമാണ് കൈമാറിയെന്ന് പറയുന്നു. എന്ത് കാര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്രയും വലിയൊരു ആഘോഷം പോലെ നടത്തി ജനങ്ങളെ എന്തു പറഞ്ഞാണ് പറ്റിച്ചത്? ഞങ്ങൾ വീട് കൈമാറുന്നു, 1-ാം ഘട്ടം എന്നുള്ളത് 178 പേർക്ക് വീട് കൈമാറുന്നു എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട വീടും ബന്ധുക്കളും കൂടും എല്ലാം നഷ്ടപ്പെട്ട് ജനതയെ വീണ്ടും പറ്റിക്കുകയാണ്. ഇത് ഇനി എന്ന് പണി തീരുമെന്ന് പോലും ഇവർക്ക് ഉറപ്പിച്ച് പറയാൻ തന്നെ. കാരണം കഴിഞ്ഞ ദിവസത്തെ കണക്കിൽ 178 വീടിൽ 40 വീട് മാത്രമേ വാസയോഗ്യമായിട്ടുള്ളൂ. അപ്പൊ അതുപോലും അത് വാസയോഗ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുടിവെള്ളം ഉണ്ടാവണം, കറണ്ട് ഉണ്ടാവണം, യാത്രാ സൗകര്യം ഉണ്ടാവണം, ആ വീടുകൾക്ക് ചുറ്റുമതിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു ടൗൺഷിപ്പ് ആയതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാം ഒരു ഏകജാലക സെറ്റപ്പിൽ കൂടെ ഉണ്ടാവേണ്ടതാണ്. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കാതാണ് ആ പ്രദേശത്തെ വയനാട്ടിൽ നിന്ന് 10 വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് അതിന്റെ കെയർ ഓഫിൽ ഞങ്ങൾ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി എന്തോ മലമറിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടാണ് ഈ വീട് നിർമ്മാണവും അതിന്റെ പേരിലുള്ള ഈ ആഘോഷങ്ങൾ നടത്തി. ഇപ്പൊ അന്ന് അത് കഴിഞ്ഞ് ഈ കാലതാമസം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മാർച്ച് 30-ന് മുമ്പ് കൈമാറുമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞു. പിന്നെ പറയാൻ തുടങ്ങി വിഷുവിന് മുമ്പ് കൈമാറും. വിഷു കഴിഞ്ഞു, അടുത്ത വിഷു വരാനുള്ള സമയമായിട്ടും ഇതുവരെ ഈ കാര്യത്തിനകത്ത് ഒരു തീരുമാനം. ആദ്യം ഇപ്പോൾ അവിടെ കേൾക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? തൊഴിലാളികൾ അവിടെ ഇല്ല, എല്ലാം ബംഗാളികളെല്ലാം വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, അതൊരു വശത്ത്. അപ്പൊ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ജനങ്ങളോട് ഈ വാഗ്ദാനം പറയുകയും ഈ കള്ളപ്രചാരണങ്ങൾ മുഴുവൻ നടത്തുകയും ചെയ്തു? സംസ്ഥാനത്തിന് വേറെ ആരുമല്ലേ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഈ 25-ാം തീയതി ഇതെല്ലാം കൈമാറും, അവർക്ക് അവിടെ താമസിക്കാൻ. വേറെ പുറത്തുനിന്ന് ഒരാൾ വന്ന് പറയുന്നതല്ല, സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാവാണ് നമ്മളോട് പറയുന്നത് 25-ന് മുമ്പ് കൈമാറും. ഇതൊന്നും ആലോചിക്കാതാണോ ഈ വീട് ഉദ്ഘാടനം നടത്തി വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം? അപ്പം ഇപ്പൊ അടുത്ത കേൾക്കുന്നത് അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് ഇതെല്ലാം നടത്തുമെന്നാണ്. മഴ എപ്പോൾ വരുമെന്ന് ആർക്കെങ്കിലും അതിനകത്ത് വല്ല
പിന്നെ ഗണിച്ചു പറയാൻ പറ്റുന്ന സ്ഥിതിയിലാണോ കേരളത്തിന്റെ കാലാവസ്ഥ പോകുന്നത്? അപ്പോൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പാവപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ടവരും, ഒരുപക്ഷെ അവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സമൃദ്ധിയിലൊക്കെ ജീവിച്ചിരുന്നവരായിരിക്കാം. അവരുടെ ആ ദാരിദ്ര്യവും അവരുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥയും ഒക്കെ മുതലെടുക്കുന്ന രീതിയിലാണ് ഈ ആഘോഷപൂർവ്വം ഒരു കടലാസ് കൊടുത്തിട്ട് പറഞ്ഞ് അവർക്ക് വീടെല്ലാം കൈമാറ്റം നടത്തി എന്നാണ് ആ പ്രതീതിയാണ് ജനിപ്പിച്ചത്. ആ പ്രതീതി ജനിപ്പിച്ച വീടുകളാണ് ഇപ്പം ചോർന്നൊലിക്കുകയും അതിനകത്ത് പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് ആരും ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം ഇപ്പം അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് സർക്കാർ പെരുമാറുന്നത്. ഒരു റവന്യൂ മന്ത്രി അവിടെ പോയി ഉരച്ചു നോക്കുക, വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കുക, ഇതൊന്നും റവന്യൂ മന്ത്രിയുടെ ജോലിയല്ലല്ലോ. അല്ല, ഇപ്പൊ വിള്ളലും ചോർച്ചയൊക്കെ കണ്ടെത്തി വേറൊരു തലത്തിലേക്ക് പോയപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾ വീട് കൊടുത്തില്ല, പട്ടയം മാത്രമേ കൊടുത്തുള്ളൂ. അത് തന്നെ. അപ്പൊ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉണ്ടാക്കി ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കുന്ന വീടുകളാണ് അവിടെ പണിയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ബടായിയാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് ഭൂകമ്പവും വരുന്നല്ല, ഒരു മഴ പെയ്തപ്പോഴത്തേക്ക്, ഒരു വേനൽ മഴ പെയ്തപ്പോഴത്തേക്ക് അത് ചോർന്നൊലിച്ച് താഴോട്ടിറങ്ങുന്ന സ്ഥിതിയിലാണ് നടക്കുന്നത്. പിന്നെ യാതൊരുവിധ ടെൻഡറോ അതിന്റെ ഒരു സർക്കാർ പണിയുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള ഹൗസിംഗ് പ്രോജക്റ്റിനെ പാലിക്കേണ്ടതായ ഒരു മാനദണ്ഡങ്ങളും, അതായത് ഇത്രയും 30 ലക്ഷം രൂപയ്ക്കാണ് വീട് പണിത് കൊടുക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. സർക്കാർ പണിഞ്ഞു കൊടുക്കുന്ന വേറെ ലൈഫിലെ വീടിന് 4 ലക്ഷം രൂപ, അന്നേരമാണ് ഇവിടെ 30 ലക്ഷം രൂപയ്ക്ക് ഇത് കിടക്കുന്നത്. അത് തന്നെ അതിനകത്തൊക്കെ ഇനി വരാൻ പോകുന്ന വെട്ടിപ്പിന്റെ തട്ടിപ്പിന്റെ കഥയൊക്കെ ഇനി ഏത് കാലത്ത് ഒരു ടെൻഡറും ഇല്ലാതെ നേരിട്ട് അപ്പം അങ്ങനെ പണിത് ഭൂകമ്പത്തെ പ്രതിരോധിക്കുമെന്ന് പറയുന്ന ഒരു വേനൽ മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം താഴാൻ തുടങ്ങി. അപ്പം ഇതാണ് ഒരു വശത്ത് നടക്കുന്ന അഴിമതിയുടെ വേറൊരു രൂപം. മറുവശത്ത് സർക്കാരിന്റെ വാഗ്ദാന ലംഘനം. സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്ന സമയബന്ധിതമായി തീർത്തു കൊടുക്കും എന്ന് അവകാശപ്പെട്ട ഒരു സാധനം, ഒരു പദ്ധതി പോലും സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സർക്കാരാണ് ഇപ്പൊ ഇവിടുന്ന് ഈ അധികാരത്തിൽ നിന്ന് ഒഴിയാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ഉത്തരവാദിത്വം ആരുടെ തലയിലായിരിക്കും കെട്ടിവെക്കുന്നത്? വരാനിരിക്കുന്ന സർക്കാർ. ഒരുപക്ഷെ ഇവർ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്താലും ഇതിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയൊക്കെ തന്നെ കിടക്കുകയാണ്. അപ്പൊ സർക്കാർ ഏറ്റെടുത്ത ഒരു പദ്ധതി സമയബന്ധിതമായി തീർക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വശത്ത്. മറുവശത്ത് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് അന്നവിടെ ഈ കടലാസും പേപ്പറും കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഒരു തികഞ്ഞ ഉത്തരവാദിത്തം ഇല്ലായ്മ ഒരു വശത്ത്, അതേപോലെ തന്നെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങളെ അധികാരത്തിൽ എത്തിച്ച ഈ നാട്ടിലെ പാവപ്പെട്ട പൗരന്മാരെയാണ് വേറൊരു തരത്തിൽ പറ്റിക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ ഈ ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പോ 327 വീടുകൾ ബാക്കിയുണ്ട്. അതിന് ഏത് കാലത്ത് പണി തീരുക്കുമെന്ന് ആർക്കറിയാം? ഇവർക്ക് എന്ത് ഉത്തരവാദിത്വം? ഈ ഊരാളുകൾ എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഉത്തരവാദിത്വം വല്ലതും ഉണ്ടോ? ഇത് പണിത് തീർക്കേണ്ടത് ഈ അടുത്ത മഴ വരികയാണ്. ആ മഴയ്ക്ക് മുമ്പേ ഇത് തീർന്നില്ലെങ്കിൽ ഇനി ഈ പാവങ്ങൾ എവിടെ പോയി താമസിക്കും? പിന്നെ നിങ്ങൾക്ക് വീട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ വീട് കിട്ടി, അത് കടലാസിൽ മാത്രം ഇരിക്കുന്ന സംവിധാനമാണ്. എപ്പോൾ തീരുമെന്ന് പോലും അറിയത്തില്ല. കാരണം നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന പിന്നെ ദൃശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അവിടെ ഒരു പണിയും തീർന്നിട്ടില്ല. ശ്രീത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ 178 വീടിൽ 40 വീടുകളാണ് എന്തെങ്കിലും പണി പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടുന്നത്. വാസയോഗ്യമായിട്ടില്ല അപ്പോഴും. കാരണം വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് യാത്രാ സൗകര്യങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു ടൗൺഷിപ്പിനകത്ത് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വീട് കൈമാറ്റം നടത്തിയിട്ട് ആ പാവങ്ങൾ ഇപ്പൊ പെരുവഴിയിൽ തന്നെ കിടക്കുകയാണ്. അവർ ഇനി എത്ര നാൾ കിടക്കും എന്നൊന്നും, കാരണം ഈ ടെൻഡർ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെ പണിതായതുകൊണ്ട് ഇവരോട് ചോദ്യം പോലും ചോദിക്കാൻ സർക്കാരിന് ധൈര്യമില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് ചോദിക്കാൻ ധൈര്യമില്ല. കാരണം CPM-ന്റെ സ്വന്തം സ്ഥാപനം എന്ന മട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഊരാളുകൾ, ഇല്ലേ? ആരാണ് അവരോട് കണക്ക് ചോദിക്കുകയും അവരോട് ഈ സമയബന്ധിതമായി തീർക്കണമെന്ന് പറയാൻ ആർക്കാണ് കഴിയുന്നത്? ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. എല്ലാവരും ഇപ്പൊ കൈമാറുകയാണ്. ഇപ്പൊ റവന്യൂ മന്ത്രി പറയുന്നത് ഞങ്ങൾ വീട് കൈമാറ്റം ചെയ്തിട്ടില്ല, കടലാസ് മാത്രമേ, പട്ടയത്തിന്റെ കടലാസ് മാത്രമേ കൊടുത്തുള്ളൂ. മുഖ്യമന്ത്രി പറയുന്നത് വീട് തന്നെ കൈമാറിയുന്നു. അപ്പൊ ഇതാര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ചുരുക്കത്തിൽ ദുരന്തബാധിതർ ഇനിയും ദുരന്തം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഉരുളുപൊട്ടി അവരുടെ വസ്തുവകളും ജീവനും ഒക്കെ നഷ്ടപ്പെട്ടത് ഒരു വശത്ത്, മറുവശത്ത് സർക്കാർ അവരെ വീണ്ടും ഉരുള് പൊട്ടിച്ച് അവരെ വീണ്ടും ദുരിതത്തിലേക്ക് തന്നെ കൊണ്ടുപോയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്.